സോ ആദ്യം നമ്മൾ മാഗ്നറ്റിസം ഇലക്ട്രിക് ഫീൽഡ് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കണം എന്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ. ബിക്കോസ് we are going to deal with both electric field or electric section as well as magnetic section hand in hand, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പ്ലാൻ. അങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് പണ്ടത്തെ കാര്യം ഓർമ്മയാണ്. ഏത്? ഇലക്ട്രിക് ഫീൽഡ് പണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ലെറ്റ്സ് മൂവ് ഓൺ. സപ്പോസ് ഇത് നമ്മുടെ ക്യാപിറ്റൽ ക്യൂ, ഈ ചാർജിന് നമ്മൾ സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞിരുന്നു. ഈ ചാർജ് കാരണം ഒരു പോയിന്റ് പിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഔട്ട്വേർഡ് ഡിറക്ഷനിലായിരിക്കും. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. യു ഹാവ് ബീൻ ടോട്ട് ഗൈസ്, റൈറ്റ്? ഇനി അതിൻ്റെ അർത്ഥം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ? 1/4πε0. ഏത് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് വന്നത്? ക്യാപിറ്റൽ ക്യൂ. സോ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് വേണമല്ലേ. സോ ലെറ്റ് ആർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. സോ ദാറ്റ് ദിസ് ബിക്കംസ് ഇക്വേഷൻ ലൈക്ക് ദിസ്. So this is the electric field's equation. E is equal to 1/4πε0 q by r squared. ഇത്ര ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. Now, if I place another charge plus small q, we call it as test charge. അവിടെ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ പുതിയ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ്. സോ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ക്യൂ ഇ അല്ലേ. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? 1/4πε0 ഇ പ്ലസ് ക്യൂ ഉണ്ടാവും, ക്യാപിറ്റൽ ക്യൂ ഉണ്ടാവും, ബൈ ആർ സ്ക്വയർ അല്ലേ. ദിസ് വാസ് യുവർ കുലൂംസ് ലോ, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അപ്പോൾ എനി ചാർജ് വിച്ച് ഇസ് സ്റ്റാറ്റിക് ഓർ മൂവിങ് അല്ലേ. എനി ചാർജ് വിച്ച് ഇസ് സ്റ്റാറ്റിക്, ഒന്ന് അനങ്ങാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ മൂവുന്ന ഒരു ചാർജ് വിറ്റ് ഈസ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി എക്സ്പീരിയൻസിങ് എ ഫോഴ്സ് ഓർ എക്സ്പീരിയൻസിങ് എൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ കുലൂംസ് ഫോഴ്സ് ഓർ കുലൂംസ് ലോ, റൈറ്റ്? ഇനി പക്ഷേ നമ്മളിനി മാഗ്നറ്റിസത്തിൽ തിരിയുമ്പോൾ ഫോഴ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ ഒരേ ഒരു കാര്യമുള്ളൂ, ചാർജ് സ്റ്റാഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും മാഗ്നറ്റിക് ഫോഴ്സ് ആ ചാർജ് അനുഭവിക്കില്ല. If the charge is moving, then only a charge moving. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ കഴിഞ്ഞ കോൺസെപ്റ്റ് നോക്കി, കറണ്ട് ഉണ്ടാവണം. കറണ്ട് കാരണമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ കറണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചാർജ് സ്റ്റാഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവും ഇല്ല. സോ ചാർജ് ഹാസ് ടു മൂവ് ടു പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ നോട്ട് ടു പ്രൊഡ്യൂസ് ഓർ ടു മൂവ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മൂവിങ് ചാർജിന് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡിൽ അനങ്ങാൻ കഴിയുള്ളൂ. ഇൻ ഓർഡർ ടു ഹാവ് എ ചാർജ് in motion in a magnetic field, already the charge has to be moving. A charge which is static will never experience a force in magnetic field. ഇത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അത് ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അർത്ഥം വെച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ ഇഷ്ടം. ബട്ട് മൂവിങ് ചാർജ് ആയിരിക്കണം. ഒരു മൂവിങ് ചാർജ് മാത്രമേ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ മാഗ്നറ്റിക് ഫീൽഡിൽ, റൈറ്റ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നമുക്ക് സൗത്ത് നോർത്ത് ഡയറക്ഷനൊക്കെ അറിയാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഇൻസൈഡ് ദ മാഗ്നറ്റ് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് അറിയണം, റൈറ്റ്? സപ്പോസ് നമ്മൾ ഒരിക്കലും ഒരു നോർത്ത് പോളും സൗത്ത് പോളിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് മോണോപോൾ നെവർ എക്സിസ്റ്റ്. ചാർജ് ഇൻഡിവിജ്വലായിട്ട് ഇരുത്താൻ പറ്റും, പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ബട്ട് മാഗ്നറ്റ് ക്യാൻ നോട്ട് ബി സ്പ്ലിറ്റ്. ഈവൻ ഇഫ് എ ബിഗർ മാഗ്നറ്റ് ഇസ് കട്ട് ഇൻ ടു 2 halves, ഇറ്റ് ബിക്കംസ് 2 different magnets. അതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. സോ ബട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തിയററ്റിക്കലി കേട്ടോ, we are going to split a magnet into 2 pieces so that you get a monopole north pole and you get a monopole south pole. അങ്ങനെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നോർത്ത് എന്ന് പറഞ്ഞിട്ടൊരു കഷ്ണമെന്ന് വിചാരിക്കുക, ഒരു പീസിൻ്റെ മാഗ്നറ്റിൻ്റെ. അതേമാതിരി സൗത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു പോളും എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക? എങ്ങനെയാണല്ലോ, നോർത്ത് ടു സൗത്ത്, റൈറ്റ്? സോ ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് ബി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ബി. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഒന്നും അത് തന്നെയാണ് ഇത്, right? So that means there is a constant magnetic field, right? Now ഈ magnetic field ഞാനൊരു ചാർജിനെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവാം. I kept a charge. Which charge? Positive charge. Usually you always keep a positive charge. ഇവിടെ മുഴുവൻ നമ്മൾ പോസിറ്റീവ് ചാർജ് മാത്രമേ ഡീൽ ചെയ്യുള്ളൂ. നെഗറ്റീവ് ചാർജിൻ്റെ കാര്യം ഇതിനൊപ്പം ഞാൻ പറയാം പിന്നെ, right? Suppose I have kept a positive charge inside it, right? Now this charge is moving? No, it is a stagnant charge. So will this charge experience a force? No, it will not experience a force, right? അപ്പോൾ ഈ ചാർജ് എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം അല്ലേ. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സോ സ്റ്റാഗ്നന്റ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഡസൻറ്റ് എക്സ്പീരിയൻസ് എനി force.
So now I am going to move this charge in a direction perpendicular to the magnetic field. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇതിനെ മൂവ് ചെയ്യാൻ പോവുക. മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ഉണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. ലെറ്റ്സ് ദാറ്റ് വെക്ടർ വെലോസിറ്റി ബി വി. Right? So this is the direction in which the charge is going to move. Right? Perpendicular to B. Right? Now this charge, it was found, ഇപ്പോൾ ചാർജ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ മൂവ് ചെയ്യുന്ന ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ force. It was found that a force was experienced by this charge. A force, it was found, this force which was experienced by this plus q charge is directly proportional to the magnitude of charge. It was directly proportional to the velocity of charge and the applied magnetic field. ഈ മൂന്ന് ക്വാണ്ടിറ്റിയിലും force experience അല്ലെങ്കിൽ force ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. Hence it was compressed into a single equation, that is force is equal to QVB. Right? ഇത് സിംഗിൾ ഇക്വേഷൻ ആയിട്ട് എഴുതരുത് കേട്ടോ, ഇതിന് ഇനി ബിൽഡപ്പ് ഉണ്ട്. റൈറ്റ്? സോ വാട്ട് സിനാരിയോ വാസ് ദർ? നൗ ദ ചാർജ് ഇസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ബി. അല്ല, ഇത് മാഗ്നിറ്റ്യൂഡ് കിട്ടുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചാർജിനെ, വെലോസിറ്റീനെ, ബീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ക്ലാരിഫൈ ആയി. പക്ഷേ എന്ത് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് പോകുന്നത്, അതായത് ഏത് ഡയറക്ഷനിലാണ് ഈ ചാർജ് നീങ്ങാൻ പോകുന്നത്? The direction of this force was also found perpendicular to both V and B. അതായത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാനിവിടെ വരയ്ക്കട്ടോ. ഇത് വിൻ്റെ ഡയറക്ഷൻ, ദാറ്റ് ഇസ് വെലോസിറ്റി, ചാർജിൻ്റെ കൺസെപ്റ്റിൽ, ആൻഡ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് magnetic field. So they are both perpendicular to each other, 90 degree. So it is found that the force is perpendicular to both B and V. അപ്പോൾ എന്ത് ഡയറക്ഷനിലാവണം? ഇത് വൈയും ഇത് എക്സ് ഡയറക്ഷനാണെങ്കിൽ ഇനി ഒരു ഡയറക്ഷനിൽ പെർപെൻഡിക്കുലറിലാവുള്ളൂ, ഇതാ സെഡ് ഡയറക്ഷൻ. അപ്പോൾ സെഡ് ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. എന്താ അത്? പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കൂടെ? പ്ലസ് സെഡ് ആവാം, മൈനസ് സെഡ് ആവാം. സോ ഐ വിൽ മേക്ക് ഇറ്റ് ആസ് ദിസ് ഇസ് പ്ലസ് സെഡ് and this is minus z. So the force was found to be what? Perpendicular to both B and V. But we are not sure or cannot be sure in the പ്ലസ് ഡയറക്ഷനിലാണോ, പുറകോട്ട് പോകണോ ബാക്കിലോട്ട് പോകണോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അങ്ങനെ ആ ഡയറക്ഷനിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വിച്ച് ഡിറക്ഷൻ ദ ഫോഴ്സ് ഇസ് ഗോയിങ് ടു ബി, ദാറ്റ് വാസ് ഗിവൺ ബൈ ദ റൂൾ, ദാറ്റ് ഇസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. Fleming's left hand rule. Some of you might be knowing. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ബുക്കിൽ പക്കാണ്ട്. സോ ബൈ ഹാർട്ട് ദ തിയറം ആസ് ഇറ്റ് ഇസ്, ബട്ട് ഐ വിൽ ടെൽ യു വാട്ട് ഇറ്റ് ഇസ്. റൈറ്റ്? അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? 3 ഫിംഗേഴ്സ് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ വെക്കണം. ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്, റൈറ്റ്? സോ ദാറ്റ് ഈച്ച് ഫിംഗേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. Right? Now the central finger, this one, gives you the velocity's direction. Velocity in the direction tharunnaanu central finger. Forefinger, that is this one, gives you the direction of field, and thumb gives you the direction of force. എന്തൊക്കെയാണ് ഒന്നുകൂടി ശ്രദ്ധിച്ച്? സെൻട്രൽ ഫിംഗർ ഗിവ്സ് യു ദ മൂവ്മെൻറ്റ് ഓർ ദ വെലോസിറ്റീസ് ഡിറക്ഷൻ, അതായത് ചാർജ് എങ്ങോട്ടാണ് നീങ്ങുന്നത് അതിൻ്റെ എന്ത് ഫീൽഡിൽ കൊടുക്കുന്നതിന് മുമ്പ് കേട്ടോ. വെലോസിറ്റീസ് ഡിറക്ഷൻ, forefinger gives you field direction, B in the direction, and thumb gives you force. ക്ലിയർ ആവുന്നതായിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ദിസ് ഫിംഗർ, സെൻട്രൽ ഫിംഗർ അല്ലേ, എന്താണ് മൂവ്മെൻറ്റ്? അപ്പം ഇത്, റൈറ്റ്? ക്ലിയർ? ഒന്നുകൂടി നോക്കി, ഈ ഡയറക്ഷൻ, റൈറ്റ്? ദിസ് ഗിവ്സ് യു ദ B, റൈറ്റ്? ദിസ് ഇസ് യുവർ V, റൈറ്റ്? V in the direction. This is your B, right? So this gives you what? Gives you the force direction. നിങ്ങളുടെ F തരുന്നത്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ട് പോകണേ? നിങ്ങളുടെ മുഖത്തോട്ടല്ലേ വരുന്നത്? ഇറ്റ് കംസ് ടുവേഴ്സ് യുവർ ഫേസ്. സോ ദാറ്റ് മീൻസ് ഫേസിലേക്ക് പോകുന്ന ഡയറക്ഷൻ എന്താ? പ്ലസ് ഇസ് എ ഡയറക്ഷൻ, റൈറ്റ്? സോ ഡാർക്കൺ ചെയ്യുകയാണെങ്കിൽ നൗ മൈ ഡയറക്ഷൻ ഓർ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദിസ് ചാർജ് ഇസ് ഗോയിങ് ടു മൂവ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ, പോസിറ്റീവ് Z direction. Clear around here? So Fleming's left hand rule told you in which direction the charge is going to move. Now വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ മനസ്സിലാക്കണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എപ്പോഴും പറയുന്നത് പോസിറ്റീവ് ചാർജിൻ്റെ കാഴ്ചപ്പാടിലാണ്,
റൈറ്റ്. പോസിറ്റീവ് ചാർജിൻ്റെ കാഴ്ചപ്പാട് മാത്രമേ പറയാനുള്ളൂ. ദാറ്റ് ഈസ് ഇഫ് എ പോസിറ്റീവ് ചാർജ് ഈസ് കെപ്റ്റ് ഇൻ എ field in such a way that it is moving in a direction perpendicular to the magnetic field, where the central finger gives the velocity's direction, the forefinger gives you the magnetic field direction, then the thumb's direction gives you the direction in which the charge is experiencing the force in direction തരുന്നത് ഇതാണ്. അങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. പോസിറ്റീവ് ചാർജിൻ്റെ ക്രൈറ്റീരിയ മാത്രമേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉൾക്കൊള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണ് കഷ്ടകാലത്തിന് നിങ്ങൾക്ക് നെഗറ്റീവ് ചാർജിൻ്റെ ആണ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ സിമ്പിളാണ്. പോസിറ്റീവ് ചാർജ് ഒന്ന് നോക്കിയേ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും അല്ലേ? ഇറ്റ് വിൽ ബി ഹാവിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് ഡിറക്ഷൻ, റൈറ്റ്? സോ ദ ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡിറക്ഷൻ, റൈറ്റ്? സോ ഇഫ് ഇറ്റ് വാസ് ബീൻ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ആണെന്നെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? അതായത് പോസിറ്റീവ് ചാർജിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരിക്കും നെഗറ്റീവ് ചാർജ് നീങ്ങുക അല്ലേ? അപ്പോൾ എപ്പോഴും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ചാർജ് വന്നു വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ഇറ്റ് വിത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് ഫൈൻഡ് ദ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വാട്ട്സോ എവർ, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് ചാർജ്. സിമ്പിളാവുണ്ട്. പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതിൻ്റെ വി മാർക്ക് ചെയ്യുക, ബി മാർക്ക് ചെയ്യുക, എഫ് മാർക്ക് ചെയ്യുക അല്ലേ? എന്നിട്ട് എഫിൻ്റെ ഡയറക്ഷൻ കിട്ടിയില്ലേ, അത് നേരെ തല തിരിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് അല്ലേ? ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മനസ്സിലായി വിചാരിക്കുന്നു. സോ യു ഹാവ് ടു ഹോൾഡ് ദ ഫിംഗേഴ്സ് ലൈക്ക് ദിസ്. Sorry. Now center movement gives the velocity, this gives your magnetic field, thumb gives the direction of force. Clear out again, right? Now we'll move on to the next ചെറിയ സെക്ഷൻ കൂടി. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ 90 ഡിഗ്രി അല്ലേ വെച്ച് രണ്ടാമത്തെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ചാർജ് ഇസ് നോട്ട് കെപ്റ്റ് ഇൻ 90 ഡിഗ്രി വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഇസ് എ സിനാരിയോ. This is a field direction and this is your charge plus q, but the charge is also moving in this direction. ഈ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ അല്ല. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി എന്ന് പറയാം അല്ലേ? ബോത്ത് ഓഫ് ദം ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. വാട്ട് ബോത്ത് ബി ആൻഡ് വി ആർ ഇൻ സെയിം ഡയറക്ഷൻ. ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ ദേ ഫൗണ്ട് ദാറ്റ് ദ ചാർജ് ഇസ് നോട്ട് അറ്റ് ഓൾ മൂവിങ്. അതായത് നോട്ട് അറ്റ് ഓൾ മൂവിങ് എന്നല്ല, ചാർജ് ഇപ്പോൾ ഈ ചാർജ് ഞാൻ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. ഈ ചാർജിന് ഞാൻ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ താഴോട്ട് നീങ്ങാണ്. അത് താഴോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇറ്റ് ഡസൻ ഡീവിയേറ്റ് ഫ്രം ഇറ്റ്സ് പാത്ത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് എക്സ്പീരിയൻസിങ് എനി ഫോഴ്സ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് മൂവിങ് വെർട്ടിക്കലി continuously without any alterations in its movement. അതിനർത്ഥം it experience zero force due to the magnetic field. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പോൾ രണ്ട് കേസ് ഒന്നുമില്ലേ? ദാറ്റ് ഈസ് വെൻ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർലി മൂവിങ്, ചാർജ് ഇസ് പെർപെൻഡിക്കുലർലി മൂവിങ് വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസസ് മാക്സിമം ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. When the charge is moving in the same direction as that of the magnetic field, experiences zero force due to the magnetic field. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു രണ്ട് സിനാരിയോ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഞാനിപ്പോൾ ഇനി 0-90 ഡിഗ്രി അല്ലാണ്ട് വേറെ ഏതെങ്കിലും ആംഗിളിലാണ് വയ്ക്കാൻ പോകുന്നത് വിചാരിക്കുക. Suppose this is your magnetic field B, right? And I am going to keep the charge in such a way that this is the direction in which the charge is plus Q is going to move. അതായത് ഇങ്ങനെ ഒരു ആംഗിൾ. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ആൻഡ് സപ്പോസ് ലെറ്റ്സ് റീഡ്രോ ഇറ്റ് ഗൈസ്. ഐ വിൽ ടേക്ക് another paper, റൈറ്റ്? ഒന്ന് എലോബറേറ്റ് ആയിട്ട് വരയ്ക്കാം. This is your magnetic field direction, and this be charge Q, and this charge is having velocity in this direction, so that it is making angle theta, right? Our V is making an angle theta with B, right? So what would you do? ഇതൊരു വെക്ടർ ആണല്ലേ. അപ്പോൾ വെക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി മേക്ക് ഇറ്റ് ഇൻ ടു 2 കമ്പോണൻസ്, 2 കമ്പോണൻസ് ആക്കും, റൈറ്റ്? ഇങ്ങനെ ഒരു കമ്പോണൻറ്റും ഈ ഒരു കമ്പോണൻറ്റും അല്ലേ. സോ ദിസ് ബിക്കംസ് അല്ലേ, തീറ്റേൻ്റെ കൂടുതൽ ആംഗിൾ എന്തായിരിക്കും? വി കോസ് തീറ്റ. ഇതെന്തായിരിക്കും? വി സൈൻ തീറ്റ അല്ലേ. സോ വി കോസ് തീറ്റ ഈസ് മേക്കിംഗ് 0 ഡിഗ്രി വിത്ത് ബി അല്ലേ. വി കോസ് തീറ്റ ബിയുമായിട്ട് 0 ഡിഗ്രിയാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇയാൾ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാക്കുമോ അല്ലേ? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു
velocity, we are telling velocity, if it is making 0 degree with b, it doesn't produce any force. So v cos theta doesn't produce any force. അപ്പോൾ ആരായിരിക്കും ഫോഴ്സ് കോസ് ചെയ്യുക? v sin theta അല്ലേ? സോ അങ്ങനെ എഴുതുമ്പോൾ now I can modify the basic equation of force due to magnetic field. എന്നതായിരുന്നു? F is equal to qvb അല്ലേ ആയിരുന്നു ആദ്യം. ഇപ്പം ഇനി എന്ത് എഴുതണ്ടേ? ഇവിടെ വിന് പകരം വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് വാട്ട്? ക്യൂ വി സൈൻ തീറ്റ ബി. അങ്ങനെ മാറ്റേണ്ടി വരും. ക്ലിയർ ആവുമ്പോഴേക്കിന് സോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു, ഇനി ഇതെന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ക്യൂ വി ക്രോസ് ബി. റൈറ്റ്, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി. അപ്പം അങ്ങനെ ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. This force is called magnetic Lorentz force. Never write it as B cross V. I hope you know B cross V is minus V cross B. അപ്പോൾ ഇപ്പോഴും V cross B തന്നെ എഴുതണം കേട്ടല്ലോ. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ക്ലിയർ ആവുമ്പോഴേക്കിന് സോ ദിസ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ക്ലിയർ ആവുമ്പോഴേക്കിന് അപ്പോൾ ഞാനൊരു കോൺസെപ്റ്റും കൂടി ഇന്ന് കേട്ടാണ്. സപ്പോസ് ഇങ്ങനൊരു ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണെന്ന് വിചാരിക്കുക. സോറി, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഇവിടെ നമ്മളൊരു ഫീൽഡ് മാത്രമല്ല കൺസിഡർ ചെയ്തുള്ളത്. ദാറ്റ് ഇസ് ദർ ഇസ് ഓൺലി വൺ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഞാൻ വെച്ചു എന്ന് വെച്ചാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ബി വെക്ടർ ഇരിക്കട്ടെ. ഇനി ബി വെക്ടർ കൂടാണ്ട് ഇവിടെ ഞാൻ പ്ലസ് ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂ ഒരു പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യും പി. ഈ പി എന്ന പോയിന്റിലേക്ക് ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ദാറ്റ് വിൽ ബി ഇൻ ദിസ് ഡിറക്ഷൻ, ഔട്ട്വേർഡ് ഡിറക്ഷൻ. റൈറ്റ്. അപ്പോൾ ഈ പിയിലായിരുന്നു ഞാൻ പ്ലസ് ക്യൂ, ഇത് നമ്മുടെ പഴയ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ടായിരുന്നില്ല, ഈ പ്ലസ് ക്യൂവിന് ഇവിടെ എത്തിയിട്ടുണ്ട്. റൈറ്റ്. ആൻഡ് ഐ എം മൂവിങ് ടു ഏത് മാക്സിമം മോഷൻ എന്ത് ചെയ്യണം? ക്യൂ വിൽ ബി മൂവിങ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ബി. റൈറ്റ്. അപ്പോൾ ഞാൻ ബീനെ ഇവിടെ ഞാൻ ഒന്ന് ബീനെ രണ്ടാമത് വരയ്ക്കുകയാണ്. ബി ഇസ് ഡൗൺവേർഡ്സ് ആൻഡ് അവർ വി വെക്ടർ ഇസ് മേക്കിംഗ് 90 degree ഹിയർ. സോ ദിസ് ഇസ് യുവർ വി വെക്ടർ. റൈറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബിയും വിയും 90 degree ആണെങ്കിൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ദിസ് പ്ലസ് ക്യൂ ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ലൈക്ക് ദിസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ഓഫ് ദം, ദാറ്റ് ഇസ് എഫ് അല്ലേ. റൈറ്റ്. ലെറ്റ് us മേക്ക് ഇറ്റ് ആസ് എഫ് എം, ദാറ്റ് ഇസ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ദർ വിൽ ബി എ ഫോഴ്സ് അല്ലേ, എഫ് ഇ. ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ഈ പ്ലസ് ക്യൂ ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ലൈക്ക് ദിസ്. സോ ദാറ്റ് ദ നെറ്റ് ഫോഴ്സ് will be the vector sum of these two guys. അതായത് പ്ലസ് ചാർജ് ഇപ്പോൾ എത്ര ഫോഴ്സ് അനുഭവിക്കുന്നു? 2 ഫോഴ്സ് അനുഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ക്യൂ ഇൻറ്റു ഇ, ഇറ്റ് ഇസ് പ്ലസ് ക്യൂ ഇൻറ്റു ഇ അല്ലേ. ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇതല്ലേ, ക്യൂ വി ക്രോസ് ബി. Right. Now I can write Q as common outside, that is E plus V cross B. This whole equation is known as Lorentz force. That is a force which is experienced by a moving charge in the presence of both electric and magnetic field, and the expression is known as given by QE plus QV cross B. This is known as Lorentz force. Clear?